ഹൃദയത്തിന്റെ ശ്വാസം. 1 തെസ്സലോനിക്ക 5:17 ഇങ്ങനെ പറയുന്നു, നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിലേക്കുള്ള നമ്മുടെ യാത്രയുടെ 3-ാം ദിനം നമുക്ക് ചെയ്യേണ്ടത് പ്രാർത്ഥനയാൽ നമ്മുടെ ഹൃദയം ഒരുക്കുക എന്നതാണ്. പുൽക്കൂട് പണിയുമ്പോൾ പുല്ല് ചിതറിക്കിടക്കുന്നതല്ല നമ്മെ ആകർഷിക്കുന്നത്, അത് നന്മ നിറഞ്ഞ മനസ്സോടെ ചേർത്ത് വച്ചിരിക്കുന്നതാണല്ലോ. അതുപോലെ തന്നെ വലിയ കാര്യങ്ങൾ ചെയ്താലും പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ഒരുക്കം ശൂന്യമാണ്. എന്തുകൊണ്ട് പ്രാർത്ഥന? പ്രാർത്ഥന ദൈവത്തെ മാറ്റുന്നില്ല, മറിച്ച് പ്രാർത്ഥന നമ്മെ മാറ്റുന്നു. അശാന്തമായ ഹൃദയത്തിൽ നിന്ന് സമാധാനം നൽകുന്നു, ബുദ്ധിമുട്ടുകൾക്ക് ശക്തി പകരുന്നു, ഉള്ളിലെ ഇരുട്ടുകളെ വെളിച്ചമാക്കുന്നു, നമ്മെ യേശുവിനോട് ചേർക്കുന്നു. പ്രാർത്ഥന ഒരു കടമയല്ല, പ്രാർത്ഥന ദൈവത്തോടുള്ള ഒരു ബന്ധമാണ്. വചനത്തിൽ നാം കാണുന്നു, നിരന്തരം പ്രാർത്ഥിക്കുവിൻ. അതെങ്ങനെ സാധിക്കും? നമുക്ക് മുഴുവൻ സമയം മുട്ടുകുത്തിയിരിക്കാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇതാണ്: ഒരു ദിവസം മുഴുവൻ യേശുവിനെ ഓർക്കുക. നടക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, പ്രയാസത്തിലും സന്തോഷത്തിലും എന്നിങ്ങനെ എല്ലാ അവസരത്തിലും സ്തുതി യേശുവേ, നന്ദി യേശുവേ എന്ന് ഹൃദയത്തിൽ ഉരുവിടുമ്പോൾ അത് പ്രാർത്ഥനയായി മാറുന്നു. ഇതാണ് നിരന്തര പ്രാർത്ഥനയുടെ ആത്മാവ്. ഇന്ന് നമുക്ക് ചെയ്യാവുന്ന 3 പ്രാർത്ഥനാ പുല്ലുകൾ. 3 പ്രാവശ്യമെങ്കിലും ചെറിയ പ്രാർത്ഥനകൾ ചൊല്ലുക. വീട്ടിലായിരിക്കുമ്പോഴും ജോലിയിലായിരിക്കുമ്പോഴും ഉറങ്ങുന്നതിന് മുൻപും യേശുവേ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമതായി 1 മിനിറ്റ് മൗനം. ഹൃദയം യേശുവിന് തുറന്നു കൊടുക്കുക. മറ്റൊന്നും ചിന്തിക്കാതെ കർത്താവെ, അങ്ങ് എന്നോട് സംസാരിക്കൂ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. മൂന്നാമതായി വീട്ടിൽ ഒരു ചെറിയ പ്രാർത്ഥനാ മുറി നമുക്ക് ഒരുക്കാം. ഒരു കുരിശ്, ഒരു മെഴുകുതിരി, ഒരു ചിത്രം എന്നിവ ആവട്ടെ അതിനുള്ളിലെ ഉള്ളടക്കങ്ങൾ. പ്രാർത്ഥന പുൽക്കൂടിലെ ഏറ്റവും മൃദുവായ പുല്ലാവട്ടെ. പ്രാർത്ഥനയാണ് യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ ലാളിത്യത്തോട് വിശ്രമിക്കാനുള്ള സ്ഥലം. പല കാര്യങ്ങൾ നമ്മൾ ചെയ്യും, പല വസ്തുക്കൾ നാം വാങ്ങും, പക്ഷേ പ്രാർത്ഥനയില്ലെങ്കിൽ ക്രിസ്തുമസിന്റെ ആത്മാവ് നഷ്ടപ്പെടും. ഇന്ന് യേശുവിനോട് പറയാം, കർത്താവെ, എന്റെ ഹൃദയം അങ്ങയുടെ സന്നിധിയായി മാറാൻ എന്നെ സഹായിക്കണമേ. എന്റെ ശ്വാസം പോലെ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ നിറയട്ടെ. ദൈവം നമുക്കൊരു പ്രാർത്ഥനയുള്ള ഹൃദയം തരട്ടെ. യേശുവിന് വേണ്ടി നമ്മിൽ ഒരു പുൽക്കൂടുണ്ടാക്കട്ടെ. ദൈവത്തിന് സ്തുതി.